നമ്മുടെ കാന്തമ്മ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഹായ് സോഫ. ടൈം എത്രയായി? 10:15. കാന്തമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയി കിടക്കുന്നു? ഞാൻ വരുന്നതുവരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. വെരി കെയർഫുൾ. വാച്ച്മാൻ, മധുമതി എന്ന പേരുള്ള തേർഡ് ഇയർ സ്റ്റുഡന്റ് വന്നിരുന്നു. അങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ലല്ലോ. ഇത്ര ലേറ്റ് ആയിട്ട് അവളെ കാണാനില്ലല്ലോ. ഇനി എവിടെ പോയി എന്തോ. ആരാ? മധുമതി എവിടാ? നിങ്ങളാരാ? മര്യാദയ്ക്ക് മധുമതി എവിടെ ഉണ്ടെന്ന് പറയുന്ന നിനക്ക് നല്ലത്. ഇപ്പൊ മധു എവിടെയാന്ന് എനിക്കറിയില്ല. ഇനി അറിയാമെങ്കിലും പറയാൻ മനസ്സ് അറിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടാ. എവിടെ പോയി തിരക്കാനാ? മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. നീ എവിടെ പോയിരുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയണം. ഇത് വീടോ ലോഡ്ജോ? നിന്റെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്കറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാന്റെ റെസ്പോൺസിബിലിറ്റി? നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പറയടി, നിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു? പോരാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റൗഡികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ ഈ തലവേദനത്തോട് തീർക്കാൻ പോവാ. ഇപ്പഴേ നിന്റെ അച്ഛനടുത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ മോളുമായി യാതൊരു ബന്ധുവില്ലെന്ന് ഞാൻ പറയാൻ പോവാ. അപ്പോഴേ നീ പഠിക്കും. പോകരുത്. പ്രിയയുടെ ചേട്ടന്റെ കയ്യില് എന്റെ ഫീസിന് വേണ്ടി സ്വർണം വിൽക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ലേറ്റ് ആയത്. സോറി. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ എങ്ങോട്ടാണെങ്കിലും പറഞ്ഞിട്ടേ പോവുള്ളൂ. പ്ലീസ് പ്ലീസ്. ഓക്കേ. താങ്ക്സ്. നാണമില്ലടാ ഇതൊന്ന് പറയാൻ. 10 പേരുണ്ടായിട്ട് ആ പീറച്ചിറക്കനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നു. അവനെ കൊല്ലാതെ എന്റെ മുമ്പിൽ വന്നു പോകരുത്. നിക്കടാ അവിടെ. എന്താടാ ഇത്? ഇലക്ഷൻ ഇനി 1 മാസം പോലും ഇല്ല. ആ പയ്യൻ ഇപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഇമേജ് എന്താകും? നിങ്ങളകത്തേക്ക് പോ. നീ ഇപ്പോൾ അവനെ കൊല്ലിച്ചാൽ നീ തന്നെ കുടുങ്ങും. അത് നീ ജയിച്ചതിന് ശേഷമാണെങ്കിലോ ഏതെങ്കിലും അവന്മാരുടെ തലയെ വെച്ച് കെട്ടാം. അതുകൊണ്ട് ഈ സമയത്ത് നീ ആലോചിക്കേണ്ടത് ഇറങ്ങിപ്പോയ നിന്റെ മകളെ കുറിച്ചായിരിക്കരുത്, വരാൻ പോകുന്ന പദവിയെക്കുറിച്ചാ. നീ ഇലക്ഷനിൽ മാത്രം ശ്രദ്ധിക്കും. ഒരിടത്തും അവന്റെ ജാതി സമ്മേളനമായാലും ഇലക്ഷൻ സമ്മേളനമായാലും അതൊന്നും നടക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടാതെ എങ്ങനെയാ സാറേ നമ്മൾ ഇലക്ഷൻ മീറ്റിംഗ്?
സൂര്യനാരായണന്റെ ആൾക്കാരെ ആരെ കണ്ടാലും ഏതെങ്കിലും കേസിൽ കൊടുക്കില്ല ഒക്കെ തെറ്റിയതേ. നമ്മുടെ ആൾക്കാരെല്ലാം പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കുക സാർ. സൂര്യനാരായണ, നിന്റെ കുടുംബം ഞാൻ കുളം തോന്നിവിടാം. എങ്ങനെയാണ് അവൻ തിരിച്ചിവിടെ തന്നെ വന്നത്? അവ കേന്ദ്രമന്ത്രിയുടെ റെക്കമെൻഡേഷനാണ് സാറേ വീണ്ടും വന്നത്. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത്. മഹാലക്ഷ്മി ആയ നമ്മുടെ മോൾ ഇറങ്ങി പോയതോടെ ഇപ്പൊ എന്തിയായിട്ട് ഒന്നും ശരിയാവുന്നില്ല അല്ല സാറേ. ആരാടാ മഹാലക്ഷ്മി? എനിക്ക് മാനക്കേട് ഉണ്ടാക്കിട്ട് ഇറങ്ങിപ്പോയ മൂദേവി അവള്. ഇനി മേലിൽ ഇവിടെ ആരും ആ പേര് മിണ്ടിപ്പോകരുത്. അവളുടെ ഓർമ്മ പോലും ഇവിടെ ആർക്കും ഉണ്ടാവരുത്. അത് മനുഷ്യനായാലും ശരി, എന്റെ ചോറിനിട്ട് നന്ദികേട് കാണിക്കുന്ന ഏത് ജീവിയായാലും ശരി, തല്ലിക്കൊല്ലടാ അതിനെ. അയ്യോ എന്റെ ദൈവമേ, പപ്പി വേഗം പോ, വേഗം പോ, പോവാൻ. അയ്യോ അതിനെ ഒന്നും ചെയ്യലേടാ, എവിടെയാലും പൊക്കോട്ടെ. മോളെ മധു, അച്ഛമ്മേ, നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നമ്മുടെ പപ്പിയെയും കൊല്ലാൻ നോക്കിയടി മോളെ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ വീട്. പേരിനൊരു കല്യാണം കഴിച്ചെങ്കിലും സ്റ്റിൽ ബാച്ചിലർ ലൈഫ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. വല്ലതും നന്നാ വാങ്ങിച്ച് കഴിക്കരുത്. അഥവാ കഴിച്ചാ നിന്റെ കാര്യം പോക്ക. എന്താ നോക്ക്, അതാ നമ്മുടെ ബോർഡർ. അത് മാത്രം കിടക്കരുത്. ഓക്കെ? നിനക്കൊരു പേര് വേണമല്ലോ. അപ്പുറത്തേക്ക് പോരുത്. അല്ല, ഈ പട്ടി തന്റെയാണോ? ലോറിക്കടി കയറിയതാ. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാ. ലോറിക്കടിയിൽ കയറിയെന്നോ? അയ്യോ, എന്തായാലും പറ്റിയോ? ഈ കൈ ഇടിച്ചോടാ. ഓ, ഈശ്വരാ, നമ്മുടെ കൈ മുറിഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. വർക്ക സ്നേഹം കണ്ടില്ലേ? ഇവനെന്റെ ജീവന്. താങ്ക്സ് ബണ്ണി. ദൈവം ബണ്ണി അവിടെ എത്തിച്ചത്. താനെന്താ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു. നീ അത് ഇതുവരെയും ഡെലിവറി ചെയ്തില്ലേ? ഇതൊക്കെ താൻ ചോദിക്കുന്നെന്തിനാ? ഞാനല്ലാതെ പിന്നെ നിന്റെ തന്ത ചോദിക്കോ? സാറായിരുന്നു. എന്താടാ വരം കൊടുക്കുന്ന സായിബാബെ പോലെ എന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താടാ പിന്നെ പറഞ്ഞു വിടണോ? സോറി സാർ. എന്തു പറ്റിയടാ? എന്ത് പറ്റിയടാ ബണ്ണി? ഇന്നലെ കാന്തമ്മ എന്നെ ബണ്ണീന്ന് വിളിച്ചു. ഭർത്താവിനെ പേര് വിളിച്ചതോ? നല്ല അടി കൊടുക്കാനുള്ളവരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുന്നോടാ. മിണ്ടരുടാ, നീ പറ ബണ്ണി. ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമം എല്ലാം കൂടി അങ്ങോട്ട് എന്താടി, എന്ത് പറ്റി? ഇവളുടെ ചേട്ടന്റെ കയ്യിൽ മധു വിൽക്കാൻ കൊടുത്ത ഗോൾഡുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഇപ്പൊ മധുവിന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല. എന്താടി പ്രിയ കേക്കുന്നേ? സോറിടി. സോറിന്നോ? നിന്റെ ചേട്ടൻ എത്രക്കാരനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? വാടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. വേണ്ട ഗീത, അവളുടെ വീട്ടിലിറങ്ങാൽ പ്രോബ്ലം. അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാൽ നിന്റെ പ്രോബ്ലം തീരോ? ഇത്രയും പൈസ നീ എവിടെ നിന്നുണ്ടാക്കും? ഫീസ് അടയ്ക്കാതിരുന്നാൽ ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ഹലോ അച്ഛമ്മേ. മധു, എന്താടാ? എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മേ 50,000 രൂപ വേണമായിരുന്നു. ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് പോയോളല്ലേ നീ? പിന്നെന്തിനാണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നേ? നാണമില്ലേടി നിനക്ക്? നിനക്ക് എന്നെ വേണ്ടെങ്കിലും എന്റെ പണം വേണം അല്ലേടി? വയ്ക്കടി ഫോൺ.
ഇനി അവളോട് സംസാരിച്ചെന്നറിഞ്ഞാൽ പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. വാ മധു, വാ വാ. മറ്റുള്ളവരെ പോലൊന്നല്ല എന്റെ ഡാഡി, ഡെഫിനറ്റായി ഹെൽപ്പ് ചെയ്യും. നീ വിഷമിക്കണ്ട, ഇരിക്കും. നിനക്ക് എന്താടി ഭ്രാന്തുണ്ടോ? അതല്ല ഡാഡി, നിന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുക. പ്ലീസ് ഡാഡി. എന്താടി രൂപ 1000-ഓ 2000-ഓ മറ്റോ ആണോ? മധു, താൻ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. താൻ എങ്ങനെ കരയുന്നത് ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? 2-3 ദിവസമായിട്ട് കോളേജിലും താൻ പോകുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കാമോ? ഏയ്, എന്താ മധു ഇങ്ങനെയൊക്കെ പറയാമോ? നിനക്ക് എന്താ പറ്റിയത്? അതിന്റെ പേരില് പഠിത്തം നിർത്താമെന്നോ? പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലും നീ ചെയ്തത്? ഫീസ് എത്ര അടയ്ക്കേണ്ടത്? ബണ്ണി, പറയൂ മധു. മൊത്തം 2 ലക്ഷം അടയ്ക്കേണ്ടത്. 2 ലക്ഷം? ഈ സെമസ്റ്ററില് 3-ാം തീയതിക്ക് മുൻപ് 50,000 അടയ്ക്കേണ്ടത്. അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ മധു, കോളേജിൽ പോ, ഞാൻ നോക്കട്ടെ. അല്ല ബണ്ണി, പറയും. ഇംപോസിബിൾ, നടക്കില്ല. സർ പ്ലീസ് സർ, എനിക്ക് കാശിന് അത്ര അത്യാവശ്യമുണ്ടോ സർ? എന്താണോ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? പോടോ. സോറി സർ. സർ ഇത്തവണ എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ചെയ്യാം സർ. എന്ത് റിസ്ക് ആണെങ്കിലും ചെയ്യൂ? ചെയ്യാം സർ. എന്ത് തരണം? 2 ലക്ഷം വേണം സർ. വാട്ട്, 2 lakhs? അതെ സർ, അത്ര അത്യാവശ്യം. ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് 50,000 രൂപ കിട്ടിയേ പറ്റൂ സർ. പ്ലീസ് സർ. ഹലോ, 2 lakhs എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. നല്ലോണം കഷ്ടപ്പെടണം. എപ്പോ വിളിച്ചാലും വരണം. എന്ത് റിസ്ക് ആയാലും ചെയ്യണം. എന്താ ചെയ്യാമോ? ചെയ്യാം സർ. എഗ്രിമെന്റിൽ ഒപ്പിടേണ്ടി വരും. അതും ചെയ്യാം സർ. മധു, വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞ് കുറെ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. അതല്ലടി, ഈ സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ. ബണ്ണി വന്നിട്ട് അടയ്ക്കാന്ന് പറഞ്ഞിരുന്നു. ബണ്ണിയോ? നിനക്ക് ഇത്രയ്ക്ക് സെൻസ് ഇല്ലേ? 50,000 രൂപ അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ? മധുമതി തേർഡ് ഇയർ. 50,000. യെസ് മാഡം. ഫീസ് അടയ്ക്കാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? സോറി മാഡം. മധുമതിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? ഹു ആർ യു മാൻ? ഹസ്ബൻഡാ. റിയലി? യാ. സോ സ്വീറ്റ്. ഡി ബണ്ണി ദേ. ബണ്ണി, ഏയ് ബണ്ണി. ബണ്ണി, നീ എന്താ ഇവിടെ? ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നാ. ഫീസ് അടച്ചെന്നേ. ഇത്രയും പണം? താൻ അതൊന്നും ചോദിക്കരുത്. വേഗം എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. തന്റെ അടുത്ത സെമസ്റ്ററിനുള്ള ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കേ വേണ്ട. ഹാപ്പി ആയില്ലേ? ഇതിനും താനിങ്ങനെ കരയ? അതെ, എപ്പോഴും താനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ എന്നാ ശരി. താങ്ക് യു. ആ ബണ്ണി, എങ്ങോട്ടാ പോകുന്നേ? ഫ്ലാറ്റിലേക്കാ. എന്റെ വണ്ടി പഞ്ചറായിരിക്കുക. ഞാനും കൂടെ വന്നോട്ടെ? സാർ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ സൂര്യനാരായണൻ കോംപ്രമൈസിന് വന്നിരിക്കുക. വരണം കമ്മീഷണർ സാറേ. സാർ എന്താ നോക്കുന്നത്? ബാത്റൂം ക്ലീനിങ്ങിന് വേറെ ആരെങ്കിലും വെച്ചായിരുന്നു സാറേ? അല്ല, ഞാൻ വേണമെങ്കിൽ. പ്ലീസ് മറന്നേക്ക് സാറേ. സാറെന്തോ ആളറിയാതെ എന്റെ ആൾക്കാരെ ഉപദ്രവിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപ അങ്ങോട്ട് വാങ്ങിയിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നേ. ഓക്കെ സാർ, സാറിന് കുറച്ചുകൂടി മട്ടൻ കൊടുക്കടാ. കൊടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്താ സാർ ഇത്? നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഇനി നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിക്കില്ലേ? അപ്പോ പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കും അല്ലേടാ, നാണം കെട്ടവനെ. എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. നിന്നോട് കോംപ്രമൈസ് ചെയ്യാനല്ലടാ, അപമാനിക്കാനാ വിളിച്ചു വരുത്തിയത്. ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനമോർത്ത് നീറി പുകയാൻ വേണ്ടിയാ.
മാനം കെട്ടവനെ എന്താടാ ഓടാ കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാക്. പോലീസുകാരനെ നീ നോവിച്ചു നോർത്തോ. ഓടാ നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പായുന്നത് ഞാൻ കാണിച്ചു തരാം. ഡേയ് പിടിച്ച് പടിക്ക് പുറത്താക്ക്. വണ്ടി എടുക്കടാ. ഒരു 20 ലിറ്റർ ഡീസൽ അടിക്കും. ഞാൻ നേരം എണീക്കടാ പട്ടി, മാനം കെട്ടവൻ. ചേട്ടാ 2 ലിറ്റർ അടിച്ചേക്ക്. കത്തിക്കല്ലേ, അത് കത്തിക്കല്ലേ. എടോ തന്നോട് പറഞ്ഞേ, അത് കത്തിക്കല്ലേ. എടോ കോമൺ സെൻസില്ലേ, ഇത് പെട്രോൾ പമ്പല്ലേ. ഇവിടെയാണോ സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങൾ കാണൂ, തനിക്കെന്താ വിവരമില്ലേ? പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിക്കുന്നത് വിടാനാ പറഞ്ഞേ. സ്കൂൾ ബസ്സിൽ കുട്ടികളെ ഇത്ര ആൾക്കാരുണ്ട്. എന്തിലും പറയണം. പോലീസാ നേരത്തെ പറയണ്ടേ? ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കട്ടെ. ഓക്കെ താങ്ക്സ് സാർ. അവൻ ആരാണെങ്കിലും എനിക്ക് വേണം അവനെ. ഞാൻ അന്വേഷിക്കാം സാർ, പ്ലീസ് സാർ.